നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ദിവ്യയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ദിവ്യ പറഞ്ഞത് നല്ല ഒരു കമ്പനിയിൽ മാനേജറായിരുന്നു. ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ വൻ നഷ്ടമുണ്ടായി. ഇപ്പോൾ ജോലിയും നഷ്ടമായി. വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ. ഇപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട്. വിവാഹമായിട്ടില്ല. നക്ഷത്രം മകം, ജന്മതിഥി ഒപ്പം അയക്കുന്നു. ഇതെല്ലാം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആദിത്യദശയിലെ രാഹു അപഹാരം. ആദിത്യനും രാഹുവുമായി രൂക്ഷമേറിയ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. നമുക്കറിയാം, സൂര്യഗ്രഹണം. സൂര്യനെ രാഹു വിഴുങ്ങുന്നു, അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മിയെ തടഞ്ഞു നിർത്തി ആ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ പ്രകാശമില്ലാതെ നിഴൽ വരുമ്പം വിഷാംശങ്ങൾ കൂടുതൽ വരും. ആ വിഷാംശത്തെ രാഹു എന്ന് പറയുന്നു. സാങ്കല്പിക വിഷ ഗ്രഹമായ സർപ്പം സൂര്യൻ്റെ ശത്രുവും സൂര്യന് രാഹുവിൻ്റെ ശത്രുവുമാണ്. ഇത്രയും പ്രപഞ്ചത്തിന് വെട്ടം ഊർജവും തരുന്ന എന്നെ അല്പനേരത്തേക്കെങ്കിലും നീ വിഴുങ്ങുന്നില്ലേ എന്നുള്ള ആ ഒരു പിണക്കത്തിൽ ആ ഗ്രഹണ സമയം കഴിയുമ്പോഴത്തേനും രാഹുവിനോട് പക വീട്ടുവെന്നാണ് സൂര്യൻ. ഇങ്ങനെയാണ് പ്രമാണം. കഥകളോ പ്രമാണങ്ങളോ എന്തായിക്കോട്ടെ, സയൻറ്റിഫിക്കലായിട്ട് നോക്കുമ്പോൾ ഈ രാഹു വിഷം തന്നെയാണ്. ഈ സമയങ്ങളിൽ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കുമെന്നാണ്. ഞാഞ്ഞൂലിന് പോലും വിഷമുണ്ട്. ആഹാരത്തിനകത്തൊക്കെ വിഷത്തിൻ്റെ അംശം വരും. മരുന്ന് കുത്തിവെച്ചാലും പഴയ പോലെ ഏക്കത്തില്ല. കൂടുതൽ ഡോസ് മരുന്നൊക്കെ ചെയ്യേണ്ടി വരും. പൊതുവെ വിഷാംശങ്ങൾ ഭൂമിയിൽ നിഴലിക്കുന്ന സമയമാണ്. ഭൂമിയിലെ അവസ്ഥ വച്ചാണല്ലോ നമുക്ക് ഈ രാഹുദശയും സൂര്യൻ്റെയൊക്കെ ഭൂമിയിൽ നിവസിക്കുന്ന മനുഷ്യൻ്റെ ദശാകാലങ്ങളും മറ്റുമൊക്കെ കൂട്ടി കണക്ക് പറയുമ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ ശൂന്യാകാശത്തിലൊക്കെ ജീവിക്കുകയും അന്യഗ്രഹത്തിലൊക്കെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ജ്യോതിഷത്തിൻ്റെ അടിത്തറയൊക്കെ മാറേണ്ടി വരും. അതുവരെ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം രാഹു ശത്രുവാണ്. സ്ഥാനചലനം, സാമ്പത്തിക നഷ്ടം, വയ്യാവേലി, വലയും ക്രിമിനൽ കുറ്റം, തടവ്, പിഴശിക്ഷ, സ്ഥാനനഷ്ടങ്ങൾ, മാനഹാനി, അപഖ്യാതി, വിഷഭയം, പ്രാണഭയം, ഇതൊക്കെയാണ് രാഹു അപഹാരത്തിൽ വരുന്നത്. ആ സൂര്യനെ വിഴുങ്ങുകയാണ്. സൂര്യനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല വരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ജോലി ചെയ്ത കമ്പനി നഷ്ടത്തിലായി. മാനേജർ പോസ്റ്റായിരുന്നു, അത് പോയി. ഇപ്പം ജോലിയൊന്നുമില്ല. വെറുതെ ഒരു കൂലിപ്പണിക്ക് പോകാൻ പറ്റുമോ ഒരു മാനേജർക്ക്? അഭിമാനം സമ്മതിക്കുമോ? പണത്തിന് പണം വേണ്ടേ ജീവിക്കാൻ? ലോ ആൻഡ് ലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനും ദ്രവ്യപ്രാധാന്യങ്ങളായ ഈ നൂറ്റാണ്ട് ഒരു മാനേജർ പോസ്റ്റിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. ഇതാണ് രാഹു കഴിഞ്ഞ് വ്യാഴാപഹാരം എടുക്കുമ്പോൾ വന്നുകൂടും അതിൽ നിന്നുടൻ രക്ഷ. അങ്ങനെ രക്ഷപ്പെടാൻ പോകുകയാണ്. മാർച്ച് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള വ്യാഴമാറ്റം ഇദ്ദേഹത്തിന് ഒരു പരിധിവരെ അനുകൂലവും 2026 ഏപ്രിൽ മാസത്തിന് ശേഷം ഉള്ള ദശാകാല മാറ്റം കൂടെ വരുമ്പോൾ ഇദ്ദേഹത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. ഈ സമയം വരെ പത്തിയടിക്കും പൊത്തിലൊളിക്കും പാത്ത് നടക്കും പതുങ്ങി നടക്കും പഴികേക്കും പ്രതിയാകും. പത്തിയടിക്കും എന്ന് പറഞ്ഞാൽ നേരെ നോക്കി നടക്കാൻ വയ്യാത്ത ഒരു ഇളിപ്യത ഉണ്ടാവും. മുഖത്തൊരു വല്ലാത്തൊരു വൈക്ലപ്യം. ഇപ്പോൾ സാധാരണ എവിടെയാണ് ജോലി? ചുമ്മാ നമ്പറിട്ടൊക്കെ ആളുകൾ ചോദിക്കും. ജോലിയില്ല എന്നറിയാവുന്നവരാണ് ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ഫംഗ്ഷനായ കല്യാണം, പരവാസം, ഒരു 28 കെട്ട്, ഉത്സവം, പെരുന്നാൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോകാൻ പറ്റുകയില്ല. ഈ ചോദ്യങ്ങളിങ്ങനെ വരും. കുത്തിയുള്ള ചോദ്യങ്ങൾ വരും. പാത്ത് നടക്കും പതുങ്ങി നടക്കും പഴി കേൾക്കും എന്നാണ്. പാത്തും പതുങ്ങിയൊക്കെ പോവേണ്ടതായിട്ട് വരും. തലയെ മുണ്ടിട്ട് പോകണം എന്നല്ല അർത്ഥം. അതായത് ചെറിയൊരു റൂട്ടിൽ പോകണമെങ്കിലും ഒരു ടാക്സിയെങ്കിലും വിളിച്ച് പോവും. മനുഷ്യൻ്റെ ശ്രദ്ധപ്പെടുത്താതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിയാനായി. പുത്രൻ്റെ ദുഃഖം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പുത്രൻ, പുത്രി, ഭാര്യ, സ്വർണം, ധനം, പ്രതാപം ഇത്യാദി കാര്യങ്ങളിലും
ഹൃദയമോട് വാണിടും, മനപ്രയാസം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടാവും. അതെല്ലാം 2026 മെയ് മുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതായത് മകരനക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം മുതൽ, അതായത് ഈ വരുന്ന മെയ് മാസം മുതൽ, മെയ് 14 മുതൽ വ്യാജഗ്രഹം, സർവേശ്വരകാരകനായ വ്യാഴം, 1000 ദോഷത്തെയും ഹനിച്ചു കളയാൻ ശക്തനായ വ്യാഴം ചാരവശാൽ ലാഭമോഹ പുതുസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് പുതിയ കമ്പനിയിലേക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഉള്ള കമ്പനി പുനഃപരിഷ്കരിച്ച് കുറച്ചുകൂടെ ശമ്പളം കൂടുതലും സ്വാതന്ത്ര്യം കൂടുതലുമായി ഇദ്ദേഹത്തെ നിയമിക്കും. രണ്ടാമതൊരു കമ്പനി കിട്ടാനാണ് സാധ്യത കൂടുതൽ. കാരണം നശിച്ചുപോയ കമ്പനി വീണ്ടും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിടത്ത് വീണ്ടും കിട്ടണം എന്ന് പറയുന്നതിനേക്കാൾ പുതിയ കമ്പനി വിളിക്കും. കാരണം ബിസിനസ് അറിയാവുന്ന പുതിയ കമ്പനിക്കാർ പഴയ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന മാനേജരെ, കമ്പനിയുടെ മാനേജരെ വിളിക്കും. കാരണം ഇവിടെ ഒന്ന് നന്നാക്കി നിങ്ങൾക്ക് ശമ്പളമൊക്കെ കൂട്ടിത്തരാം, കാറ് തരാം, ക്വാർട്ടേഴ്സ് തരാം, ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി തരാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയും അതിനു വേണ്ടി ഈ ആവൽ സമയത്ത് ഒരാൾ ജോലി തന്നല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. കാരണം തരാനിരിക്കുന്നവർക്ക് സന്തോഷം, അവർക്കൊരു നേട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഒരു ജോലിയുമില്ലാതിരിക്കുമ്പോൾ പുതിയ ജോലിയിലേക്ക് കൈപിടിച്ചുയർത്തുക, അഭിമാനം വീണ്ടെടുക്കുക, അന്തസ്സ് വീണ്ടെടുക്കുക, സ്ഥാനാരോഹണം, ഇതൊക്കെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ 15 നാഴിക ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് ഉടൻ സംഭവിക്കാൻ പോവുകയാണ്. സ്ഥാനാരോഹണം ഉള്ളവ പരിഷ്കരിക്കും. ഒരു പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്കത്, അല്ലെ പുതു ജോലി കാത്തിരിക്കുന്നവർക്കത്, ഒരു വീട് വെക്കണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ കടം തീർക്കണം എന്നുള്ളവർക്ക്, ഒരു കല്യാണം നടക്കണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ അവാർഡ് വേണമെന്നുള്ളവർക്ക്, കലാകായിക രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കൊരു പേരും പ്രശസ്തിയും പുതിയ അവസരങ്ങളും കിട്ടണമെന്നുള്ളവർക്ക് എല്ലാവർക്കും വരുന്നൊരു അനുകൂല സന്ദർഭമാണ്. കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ബാധ്യതകളും പ്രതികൂലികളും ഒരു ഭാഗത്തുണ്ടെങ്കിലും അവരുടെ ഒന്നും ശബ്ദം ഇനി മുന്നോട്ട് അധികം പൊങ്ങത്തില്ല. കാരണം ഈശ്വരാധീനം വർദ്ധിച്ചു എന്നാണ്. അതുകൊണ്ട് പുതിയ ജോലി കിട്ടും. പിന്നെ സമയമുണ്ട്, സാമ്പത്തികമുണ്ട്, നല്ല മനസ്സും ഉണ്ട്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമ്മം 18 41 ഒക്കെ വേണമെങ്കിൽ ചെയ്യുക. അധികസ്യ അധികംബരം, എത്ര കണ്ട് അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നോ അത്ര കണ്ട് ആ നല്ല കാലത്തെങ്കിൽ ഗുണം കൂടുതൽ കിട്ടും. ദോഷകാലത്തെങ്കിൽ മഴയത്ത് കുട പോലെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭാഗ്യസൂക്തം നല്ലോണം അറിയാവുന്ന കർമ്മയെക്കൊണ്ട് ഒരു 18 21 41 ദിവസം ചെയ്യിപ്പിച്ച് ഭാഗ്യസൂക്തി യന്ത്രവും ധരിക്കുക. പുതിയ ജോലി കിട്ടും, അഭിമാനം വീണ്ടെടുക്കും, കടബാധ്യതകളൊക്കെ പരിഹരിക്കും. ഒരു നവോന്മേഷം അവനവനും കുടുംബത്തിനുമൊക്കെ ഉണ്ടാവും. കാന്തിയെ കുറഞ്ഞത് കണ്ടാൽ കാന്തയും മങ്ങും. ഭർത്താവിൻ്റെ ജോലിക്കൊക്കെ നഷ്ടപ്പെട്ട് സാമ്പത്തിക ക്ഷീണവും വന്നു കഴിഞ്ഞാൽ വീട്ടിലെ അമ്മയ്ക്കും അതിൻ്റെതായ, അല്ലെങ്കിൽ വൈഫിനും കുഞ്ഞുങ്ങൾക്കും ആ മുഖത്തൊരു കഷായ മുഖം ഉണ്ടാവും, ഒരു മ്ലാനത, അതുമൊക്കെ മാറും. അതായത് കാന്തി ഉണ്ടാകുകയാണ്. സൂര്യൻ നല്ലോണം ജ്വലിച്ച് ഉദിക്കുമ്പോൾ താമരയും ആമ്പലും ഒക്കെ വിടരും എന്ന് പറയുന്ന പോലെ കുടുംബത്തിന് മൊത്തം ഒരു സന്തോഷം ഉണ്ടാവാൻ പോകുകയാണ്. ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്യുക. വീണ്ടും ദേവാമഹത്തിലോട്ട് കത്തയക്കുക. നന്ദി, നമസ്കാരം.